അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമുക്ക് സൂറത്തു അംബിയയിലെ 10 മുതലുള്ള ആയത്തുകൾ മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബൻ ഫീഹി ദിക്റുകും അഫലാ തഅഖിലൂൻ. ലഖദ് എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ദാല് ഉച്ചരിക്കണം. ലഖദ് അൻസൽന എന്ന് പറയരുത്. അൻസൽന ഇലൈക്കും കിതാബൻ ഫീഹി, കിതാബൻ ഫീഹി എന്ന് പറയാതെ കിതാബൻ ഫീഹി ദിക്റുകും അഫലാ തഅഖിലൂൻ. കൃത്യമായിട്ട് തന്നെ ഓതുക. ലഖദ് തീർച്ചയായും, അൻസൽന നാം ഇറക്കി. അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കുക, ന എന്ന് പറഞ്ഞാൽ നഹ്നു എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം. അൻസൽന നിശ്ചയമായും നാം ഇറക്കി, ഇലൈക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക്, കിതാബൻ ഒരു വേദഗ്രന്ഥം നിങ്ങളിലേക്ക് നാം തീർച്ചയായും ഇറക്കി. ഫീഹി അതിലുണ്ട്, അതായത് ആ വേദഗ്രന്ഥത്തിലുണ്ട്, ആ കിതാബിലുണ്ട്, ദിക്റുക്കും നിങ്ങൾക്കുള്ള ഉത്ബോധനം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഉപദേശം. അഫലാ തഅഖിലൂൻ, അഫലാ തഅഖിലൂൻ എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ, അഫലാ ഇല്ലേ, തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? തീർച്ചയായും നിങ്ങൾക്ക് നാം ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്കുള്ള ഉത്ബോധനം അതായത് സതുപദേശം അതിലുണ്ട്, എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സൂറത്തു സുഹ്റുഫിലെ 44-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ. അതാകട്ടെ, അതായത് ആ ഖുർആനാകട്ടെ നിന്റെ ജനതക്കും നിശ്ചയമായും ഒരു കീർത്തിയാകുന്നു. കീർത്തി എന്ന് പറഞ്ഞാൽ അതൊരു പ്രശസ്തിയാണ്. വസൗഫ തുസ്അലൂൻ വഴിയെ നിങ്ങളോട് അതിനെപ്പറ്റി ചോദിക്കപ്പെടുകയും ചെയ്യും. ദിക്ർ എന്ന വാക്കിന് സ്മരണ, കീർത്തി, ഉപദേശം, പ്രശസ്തി, സന്ദേശം, പ്രസ്താവന എന്നിങ്ങനെ സന്ദർഭോചിതം പല അർത്ഥങ്ങളിലും വരാറുണ്ട്. കീർത്തി, പ്രശസ്തി എന്നിങ്ങനെയുള്ള അർത്ഥമാണ് ഇവിടെ പല മഹാന്മാരും സ്വീകരിച്ചിട്ടുള്ളത്. ഖുർആൻ്റെ അനുയായികളായിരിക്കുന്ന കാലത്തോളം മുസ്ലിങ്ങൾക്ക് പൊതുവിലും അറബികൾക്ക് പ്രത്യേകിച്ചും അതൊരു കീർത്തി തന്നെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. കീർത്തി എന്ന് പറഞ്ഞാൽ അതൊരു പ്രശസ്തിയാണ്. നമ്മൾ ഖുർആനിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നതിൽ നമുക്കൊരു അഭിമാനമുണ്ട്, നമ്മൾ ആ കാര്യത്തിൽ പ്രശസ്തരാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങൾക്കുള്ള പ്രശസ്തിയുണ്ട്, നിങ്ങൾക്കുള്ള ഉത്ബോധനമുണ്ട്, നിങ്ങൾക്കുള്ള സതുപദേശമുണ്ട് എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഖുർആൻ നമ്മുടെ ഒരു അഭിമാനം കൂടിയാണ്. ഹസൻ റഹ്മഹുല്ല പറഞ്ഞത് ഇപ്രകാരമാണ്: ഫിഹി ദിക്റുക്കും, നിങ്ങൾക്കതിലുള്ള ഉത്ബോധനമുണ്ട്, നിങ്ങൾക്ക് അതിലുള്ള വസിയ്യത്തുകളുണ്ട്. ഐ ദിക്റു മാ തഹ്താജൂന ഇലൈഹി മിൻ അംരി ദീനിക്കും, നിങ്ങളുടെ മതപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമായ ഉത്ബോധനം അതിലുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശം ആ ഖുർആനിലുണ്ട്. അഫലാ തഅഖിലൂൻ എന്നിട്ടും നിങ്ങൾ എന്തേ ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മാർഗദർശക ഗ്രന്ഥമാണ്, നമുക്ക് മാർഗം കാണിക്കുന്ന, വഴി കാണിക്കുന്ന ഗ്രന്ഥം. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത്. ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കണം. ആ ഖുർആനിനെ നമ്മൾ അപഗ്രഥിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം. മാത്രമല്ല അവസാനം അത് ജീവിതത്തിൽ പകർത്തുകയും വേണം. ഓരോ ആയത്ത് കേൾക്കുമ്പോഴും അതിലെനിക്കെന്തുണ്ട് ജീവിതത്തിൽ പകർത്താനെന്ന് നാം ആലോചിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഖുർആനിൻ്റെ ആളുകളായി. 11-ാമത്തെ ആയത്ത്: وَكَمْ قَصَمْنَا مِنْ قَرْيَةٍ كَانَتْ ظَالِمَةً وَأَنشَأْنَا بَعْدَهَا قَوْمًا آخَرِينَ. എങ്ങനെ ഓതും? وَكَمْ قَصَمْنَا مِنْ قَرْيَةٍ كَانَتْ, മിൻ എന്നുള്ളത് ഫുള്ളായിട്ട് പറയാതെ മിൻ ഖറിയത്തിൻ കാനത്ത്, ഖറിയത്തിൻ എന്നും ഫുള്ള് പറയാതെ, തിൻ എന്നും പൂർണ്ണമായി ഉച്ചരിക്കാതെ
قرية كانت ظالمة وأنشأنا. ശരിക്കും ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. ളാലിമത്തൻ എന്ന് ഫുള്ളായിട്ട് പറയരുത്. ളാലിമതൻ വഅൻശഅന. വഅൻശഅന എന്നും പറയരുത്. വഅൻശഅന ബഅദഹാ ഖൗമൻ ആഖരീൻ. എന്നാൽ ഖൗമൻ ആഖരീൻ എന്നുള്ളത് മൻ എന്ന് പൂർണ്ണമായിട്ട് തന്നെ പറയണം. അപ്പം എങ്ങനെ ഓതും? وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. وكم എത്രയാണ് ഖസംന നാം ഉന്മൂലനം ചെയ്തിരിക്കുന്നത്, നാം പറ്റെ നശിപ്പിച്ചു കളഞ്ഞത്, നാം ഒടിച്ചു മുറിച്ചു കളഞ്ഞത്. മിൻ ഖറിയത്തിൻ നാട്ടുകാരെ, കാനത്ത് ളാലിമതൻ അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അക്രമം പ്രവർത്തിക്കുന്നവരായിരുന്നു അവർ. വഅൻശഅന എന്നിട്ട് നാം ഉണ്ടാക്കുകയും ചെയ്തു. ബഅദഹ അതിനുശേഷം ഖൗമൻ ഒരു ജനതയെ, ആഖരീൻ വേറെ ഒരു ജനതയെ അതിനുശേഷം നാം ഉണ്ടാക്കുകയും ചെയ്തു. വകം ഖസംനാ മിൻ ഖറിയത്തിൻ കാനത് ളാലിമതൻ വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ. അക്രമം പ്രവർത്തിച്ചിരുന്ന എത്രയോ നാട്ടുകാരെ നാം ഉന്മൂലനം ചെയ്യുകയും നാം ഇല്ലാതാക്കുകയും ഒടിച്ചു മുറിച്ച് നശിപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. അവരുടെ നാശത്തിനു ശേഷം, അവരെ നശിപ്പിച്ച ശേഷം വേറെ ജനങ്ങളെ നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അക്രമവും അനീതിയും നമ്മെ എപ്പോഴും നാശത്തിലേക്കാണ് നയിക്കുക. സ്വന്തം ജീവിതത്തിലും സമൂഹത്തിലും നീതിയുടെ വക്താക്കളാവുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. സൂറത്തു ഇസ്രായിലെ 17-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം: വകം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ് അലൈഹിസ്സലാമക്ക് ശേഷം, നൂഹ് പ്രവാചകന് ശേഷമായി എത്രയേറെ തലമുറകളെയാണ് നാം നശിപ്പിച്ചിരിക്കുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ കാലശേഷം മുതൽ ഇതുവരെയായി ഒരുപാട് സമുദായങ്ങളെ പൊതുശിക്ഷയ്ക്ക് വിധേയരായിക്കൊണ്ട് എത്രയോ ജനസമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരോ കൂട്ടരുടെയും തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അതെത്രമാത്രം കവിഞ്ഞുപോയിരുന്നുവെന്നുമൊക്കെ, അതെത്രമാത്രം ഗൗരവമായിരുന്നു എന്നുമൊക്കെ അള്ളാഹുവിന് ശരിക്കും സൂക്ഷ്മമായും അറിയാം. അതനുസരിച്ചു തന്നെയാണ് അവരെ അവൻ ശിക്ഷിക്കും. സൂറത്തു ഹജ്ജിലെ 45-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: അങ്ങനെ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കവേ എത്ര നാടുകളെ, എത്ര ജനതയെയാണ് നാം നശിപ്പിച്ചത്. എന്നിട്ട് മേൽപ്പുരകളോടെ അവ വീണുടഞ്ഞു കിടക്കുകയാണ്. ഉപയോഗശൂന്യമായ കിണറുകളും കെട്ടി ഉയർത്തപ്പെട്ട മാളികകളും എത്രയാണ് നാശമടഞ്ഞു കിടക്കുന്നത്. നബിമാരെ വ്യാജമാക്കി ധിക്കരിക്കലും അക്രമത്തിനൊരുങ്ങലും അവിശ്വാസികളുടെ മുമ്പേയുള്ള പതിവാണ്. എന്നാൽ ആദ്യം അള്ളാഹു അവർക്ക് കുറേ അയവ് കൊടുക്കുന്നു, അവരെ അയച്ചുവിടുന്നു. പിന്നീട് ശക്തിയായ ശിക്ഷ മൂലം അവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വമ്പിച്ച സംഭവങ്ങളുടെ എത്രയോ ദൃഷ്ടാന്തങ്ങളും അവശിഷ്ടങ്ങളും ഇവർക്ക് കണ്ടറിയത്തക്കവണ്ണം ഇപ്പോഴും അവശേഷിക്കുന്നുമുണ്ട്. ഈ ആയത്തിൽ നിന്നും നമുക്കുള്ള പാഠം, നമ്മൾ അക്രമത്തിൽ നിന്നും അനീതിയിൽ നിന്നുമൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ്. അത് നമ്മെ നാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. നമ്മുടെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ നമ്മളെപ്പോഴും നീതിയുടെ പക്ഷത്തായിരിക്കണം, നീതിയുടെ കൂടെയായിരിക്കണമെന്നാണ് ഈ ആയത്ത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. 12-ാമത്തെ ആയത്ത്: فَلَمَّا أَحَسُّوا بَأْسَنَا إِذَا هُمْ مِنْهَا يَرْكُضُونَ. ഫലമ്മ, വെറും ഫലമ്മ എന്ന് പറഞ്ഞു ഓതിപ്പോകരുത്. ഫലമ്മ അഹസ്സൂ ബഅസനാ,
ഇദാഹും മിൻഹാ. നോക്കൂ, 3 മീമുകളാണ് അവിടെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് നന്നായി മണിച്ചോദണം. ഇദാഹും മിൻഹാ യർകുലൂൻ. അവിടെ നന്നായി മണിച്ചോദണം. ഇദാഹും മിൻഹാ യർകുലൂൻ. ഫലമ്മാ അഹസ്സൂ, അങ്ങനെ അവർ കണ്ടറിഞ്ഞപ്പോൾ, അവർ അനുഭവിച്ചറിഞ്ഞപ്പോൾ, ബഅസന, ബഅസ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, അദാബ് എന്നർത്ഥം, നമ്മുടെ ശിക്ഷ. ബഅസന, ബഅസ് പറഞ്ഞ ശിക്ഷ, ന എന്ന് പറഞ്ഞാൽ നമ്മുടെ. അപ്പം അങ്ങനെ അവർ നമ്മുടെ ശിക്ഷ കണ്ടറിഞ്ഞപ്പോൾ, അനുഭവിച്ചറിഞ്ഞപ്പോൾ, ഇദാഹും, അപ്പോഴതാ അവർ, മിൻഹ, അതിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന്, യർകുലൂൻ, ചാടിപ്പോകുന്നു. അപ്പോഴതാ അവർ ആ ശിക്ഷയിൽ നിന്ന് ചാടിപ്പോകുന്നു. അങ്ങനെ നമ്മുടെ ശിക്ഷ കണ്ടറിഞ്ഞപ്പോൾ അതാ അവർ അതിൽ നിന്നും ചാടിപ്പോകുന്നു. അവർ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് വിധേയരായി കഴിഞ്ഞപ്പോൾ, അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് വന്നെത്തിയപ്പോൾ, അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കാഠിന്യം അവർ തിരിച്ചറിഞ്ഞപ്പോൾ, അവർ അവരുടെ വീടുകളിൽ നിന്ന് അതാ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. അവരുടെ വീടുകളിൽ നിന്ന് അവർ പുറത്തേക്കിറങ്ങി പരിഭ്രാന്തരായി മാറുന്നു. പ്രാണികളെപ്പോലെ ചാടിച്ചാടി നടക്കുന്ന ആളുകളായി അവർ ആയിത്തീരുകയും ചെയ്യുന്നു. പരിഭ്രാന്തരായി അവർ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആവത് ശ്രമിച്ചു. അവരുടെ വീടുകളിൽ നിന്ന് പരിഭ്രാന്തരായി അവർ പുറത്തിറങ്ങി ഓടാൻ നോക്കി. അവർ മറ്റു ജന്തുക്കളെപ്പോലെ, പ്രാണികളെപ്പോലെ ചാടിയും ഓടിയും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരനുഭവിക്കുകയും അവർ ആ ശിക്ഷക്ക് വിധേയരാവുകയും ചെയ്തു. لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. لا تركضوا وارجعوا إلى ما أترفتم فيه. لا تركضوا, നിങ്ങൾ ചാടിപ്പോകേണ്ട, നിങ്ങൾ ഓടിപ്പോകേണ്ട. ലാ തർക്കുലു, നിങ്ങൾ ചാടിപ്പോകേണ്ട, നിങ്ങൾ ഓടിപ്പോകേണ്ട. വർജിഉ, നിങ്ങൾ മടങ്ങുകയും ചെയ്യുവിൻ. ഇലാമ, യാതൊന്നിലേക്ക്, ഉത്തിരിഫ്തും, നിങ്ങൾക്ക് സുഖഭോഗം നൽകപ്പെട്ടിരിക്കുന്നു, സൗഖ്യം തരപ്പെട്ടിരിക്കുന്നു, അതിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളുകയും ചെയ്യുക. ഫീഹി, അതിലുണ്ട്. വമസാകിനുക്കും, നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്കും നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. ലഅല്ലക്കും തുസ്അലൂൻ, നിങ്ങളോട് ചോദിക്കപ്പെടുമായിരിക്കാം. നിങ്ങളോട് ചോദിക്കപ്പെടുവാനായി നിങ്ങൾ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക്, നിങ്ങൾ സുഖഭോഗം അനുഭവിച്ചതിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക. അല്ലാതെ നിങ്ങൾ ചാടിപ്പോകേണ്ട, നിങ്ങൾ യാതൊരു വിധത്തിലും ഓടിപ്പോകേണ്ടതില്ല എന്ന് അള്ളാഹു അവരെ വിളിച്ച് പറയുന്ന ഒരു സന്ദർഭം. അവരോട് പറയപ്പെടും, ചാടിപ്പോകേണ്ട, നിങ്ങൾ ഓടിപ്പോകേണ്ടതില്ല. നിങ്ങൾക്ക് സുഖഭോഗം നൽകപ്പെട്ടിരിക്കുന്നുവോ അതിലേക്കും, നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്കും, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീടുകളിലേക്കും നിങ്ങൾ മടങ്ങിക്കൊള്ളുക. നിങ്ങളോട് ചോദിക്കപ്പെടുമായിരിക്കാം. അതായത് നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരുന്നില്ലേ? ആ അനുഗ്രഹങ്ങൾ കാരണമാണല്ലോ നിങ്ങളിങ്ങനെ അതിരു കവിഞ്ഞ ആളുകളായത്. നിങ്ങൾ ആ അനുഗ്രഹത്തിലാണല്ലോ അതിരു വിട്ടുപോയത്. അപ്പോൾ നിങ്ങൾ ആ അനുഗ്രഹങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു പറയുകയാണ്, അവരെ അള്ളാഹു അനുഭൂതികളിൽ അവർക്ക് ആസ്വാദനങ്ങൾ അള്ളാഹു നൽകിയിരുന്നു. വഅത്റഫ്നാഹും ഫിൽ ഹയാത്തി ദുനിയ, സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അള്ളാഹു പറഞ്ഞത്, ഐഹിക ലോകത്ത്, ഇഹലോകത്ത് അവർക്ക് നാം സുഖാഡംബരങ്ങൾ നൽകിയിരുന്നു, നാം അവർക്ക് ആസ്വാദനങ്ങൾ നൽകിയിരുന്നു, നാം അവർക്ക് സുഖഭോഗങ്ങൾ നൽകിയിരുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നത് ലഅല്ലക്കും തുസ്അലൂൻ, നിങ്ങളോട് ചോദിക്കപ്പെട്ടേക്കാം. അതായത് നിങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും അള്ളാഹു നിങ്ങളോട് ചോദിക്കുമെന്നാണ്. അതെത്ര നിസ്സാരമാണെങ്കിലും അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യുമെന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെറ്റുകാർക്ക് ദൈവിക ശിക്ഷ അനിവാര്യമാണ്. അഹങ്കാരം ഒഴിവാക്കുകയും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുക, ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകൾക്കും ദൈവിക ശിക്ഷ എന്നുള്ളത് അനിവാര്യമായും
വന്നെത്തുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അഹങ്കരിക്കുകയല്ല വേണ്ടത്, അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങി ജീവിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകൾ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും റബ്ബിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകും. അത്തരം മുഅ്മിനീങ്ങളിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. قالوا يا ويلنا إنا كنا ظالمين. 14-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു തരികയാണ്. ഖാലൂ, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഹാ ഞങ്ങളുടെ നാശം, നാശമേ, കഷ്ടമേ എന്നവർ പറയും. ഇന്നാ കുന്നാ ളാലിമീൻ. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതുപോലെ ഇന്ന മണിക്കണം, കുന്നാ ളാലിമീൻ, നിശ്ചയമായും ഞങ്ങൾ അക്രമികളായിരുന്നു എന്നവർ സ്വമേധയാ സമ്മതിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നാശം, തീർച്ചയായും ഞങ്ങൾ അക്രമികളായിപ്പോയി. അവരവസാനം സമ്മതിക്കുകയാണ്, ഞങ്ങൾ അക്രമകാരികളായതുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നവരെ അധീനപ്പെടുത്തിയപ്പോൾ, അവരിലേക്ക് ആ ശിക്ഷ ഇറങ്ങിയപ്പോൾ ആ ശിക്ഷയെ നീക്കിക്കളയുവാൻ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള രക്ഷാകവചം, രക്ഷാമാർഗം അവിടെ ഉണ്ടായിരുന്നില്ല. അവർ സമ്പാദിച്ചു കൂട്ടി അവരുടെ സമ്പാദ്യങ്ങളും അവരുടെ വാഹനങ്ങളും അവരുടേതായ എല്ലാ സന്നാഹങ്ങളും അവർക്ക് ഉപകാരപ്പെടാത്ത അവസ്ഥ വന്നു. അതുപോലെ തന്നെ അവരിലേക്ക് അള്ളാഹു ആ പ്രവാചകനെ അയച്ചപ്പോൾ ആ പ്രവാചകരിൽ ചിലരെയെങ്കിലും അവർ കൊലവിളിച്ച് നടന്നു. അങ്ങനെയും അള്ളാഹു അവരെ ശിക്ഷ കൊണ്ട് മൂടി. അവരെ അള്ളാഹു ശിക്ഷയിൽ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അള്ളാഹു ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമൊക്കെയായി അവരെ പലതരത്തിൽ ശിക്ഷ കൊണ്ട് പിടികൂടുകയും ആ അവസരത്തിൽ അവർ ഖേദിക്കുന്ന ആളുകളിൽ പെട്ടുപോവുകയും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, 5 വക്ത് നമസ്കാരം കൃത്യമായി ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ എല്ലാ മുന്നറിയിപ്പുകളെയും ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസിനികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.